ഹലോ ഫ്രണ്ട്സ്, സിമ്പിൾ മേക്കപ്പ് ലുക്ക് കണ്ടാലോ. അപ്പം ആദ്യം തന്നെ സൺസ്ക്രീൻ എടുക്കാം. ഞാൻ ആക്കുലോജിക്കയുടെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലോയിങ് ഡൂയി സൺസ്ക്രീനാണ്. പപ്പായ പ്ലസ് വൈറ്റമിൻ സി, അതുപോലെ തന്നെ ബ്രൈറ്റനും ഹൈഡ്രേറ്റും തരുന്ന ഒരു സൺസ്ക്രീനാണ്. ജെൽ ടൈപ്പാണ്. എൻ്റെത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. അപ്പം ഞാനിത് 1.5 വർഷം കൊണ്ടേ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ്. നല്ല ബെറ്റർ സൺസ്ക്രീനാണ്. അപ്പം ഞാനിത് കുറച്ച് നേരത്തേക്ക് അബ്സോർവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ പ്രൈമർ ഇട്ട് കൊടുത്തു. ഞാനിവിടെ എടുത്തിട്ടുള്ള പ്രൈമർ എന്ന് വെച്ചാൽ ഫിറ്റ്മിയുടെ 120 മാറ്റെ പോർലെസ് പ്രൈമറാണ്. അപ്പം ഞാനിത് നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പം അതും ഒന്ന് അബ്സോർവ് ചെയ്യാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ളത് ഷുഗറിൻ്റെ കൺസീലറാണ്. അപ്പം എനിക്ക് നന്നായിട്ട് പിമ്പിൾസിൻ്റെ മാർക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കവറേജ് ചെയ്യണമായിരുന്നു. പിന്നെ കണ്ണിന് താഴെയുള്ള കറുപ്പ്, അത് വലിയ കറുപ്പില്ല എങ്കിലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ മേക്കപ്പ് ടൂൾസ് ഞാൻ യൂസ് ചെയ്യാറില്ല എങ്കിലും ചില അത്യാവശ്യ ഘട്ടത്തിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ അതിനുശേഷം നല്ല രീതിയിലൊന്ന് കൈകൊണ്ട് തന്നെ ഞാൻ സ്മഡ്ജ് ചെയ്ത് കൊടുത്തു. അപ്പം നന്നായിട്ട് അത്യാവശ്യമുള്ള എല്ലാം കവറേജ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഫേസ് അപ്പോൾ തന്നെ നല്ല ക്ലീൻ ആയതുപോലെ എനിക്ക് തോന്നി. അപ്പം അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ള ഹുദ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ്. SPF 50 ഉള്ള ഫൗണ്ടേഷൻ ടിൻ്റാണ്. അപ്പം അതും നന്നായിട്ട് തന്നെ എൻ്റെ സ്കിൻ കളറിന് ചേരുന്ന ഫൗണ്ടേഷനായിരുന്നു. അപ്പം ഞാൻ നന്നായിട്ട് തന്നെ അതും സ്മഡ്ജ് ചെയ്തെടുത്തു. അതിന് മേക്കപ്പ് ടൂൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം ഞാൻ നല്ല രീതിയിലൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ലിപ്പ് ലൈനർ എടുത്തു. പിങ്ക് ലിപ്പ് ലൈനറായിരുന്നു ഇത്. ഞാൻ ഡൽഹിയിൽ പോയപ്പോഴത്തേക്ക് വാങ്ങിച്ച ലിപ്പ് ലൈനറായിരുന്നു. അപ്പം അതിന് ശേഷം ഞാൻ മേബ്ലൻ്റെ നല്ല ഒരു ലിപ്സ്റ്റിക്കാണ് എടുത്തത്. ഈ ഷെയ്ഡ് ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ബ്രൗണും അതുപോലെ തന്നെ ഒരു റെഡിഷും കൂടി ചേർത്തുള്ള ഒരു ബ്ലാക്കിഷ് അല്ല, സോറി, ചില്ലിയുടെ ഒരു ഷെയ്ഡായിരുന്നു. അപ്പം ഞാനത് ഇട്ട് കൊടുത്തു. അപ്പം അതിനുശേഷം ലാസ്റ്റാണ് ഞാൻ കണ്ണെഴുതിയത്. അപ്പോൾ ഇതിൽ കണ്ണെഴുതിയെന്ന് വെച്ചാൽ കാജൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എനിക്ക് നല്ല രീതിയിൽ കണ്ണിന് താഴെ പറ്റുമായിരുന്നു. അപ്പം ഞാനതങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പിന്നെ കണ്ണെഴുതി കൊടുത്തു. അങ്ങനെ അതിനുശേഷം ഞാൻ ചീക്സിൽ എന്തിട്ട് കൊടുത്തു? ബ്ലഷ് ഇട്ട് കൊടുത്തു. ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ബ്ലഷാണ്. അപ്പം സ്റ്റുഡിയോയിൽ ഇപ്പം ബ്ലഷസൊക്കെ അവൈലബിൾ ആണ്. ഇപ്പം കുറച്ച് നാളെ ആവത്തുള്ളൂ, 2-3 മാസമേ ആവത്തുള്ളൂ ബ്ലഷൊക്കെ വന്നിട്ട്. അങ്ങനെ ഞാൻ ഇവിടെ അടുത്തുള്ള സ്റ്റുഡിയോയിൽ പോയപ്പോഴത്തേക്ക് വാങ്ങിച്ചതാണ്. നല്ല ബ്ലഷായിരുന്നു. ചീക്കി ഫ്ലഷ്, അതുപോലെ ചീക്കും ലിപ്പിലും ടിൻ്റായിട്ട് ഇടാൻ പറ്റുന്നത് തന്നെയായിരുന്നു. അങ്ങനെ ഇട്ട് കൊടുത്തു. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഹുദ ബ്യൂട്ടി. അതുപോലെ നമ്മൾ എപ്പോഴും പ്രൈമർ യൂസ് ചെയ്തിട്ട് വേണം ഫൗണ്ടേഷൻ ഇടാൻ. അപ്പോഴത്തേക്ക് നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്